ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീമദ് ഭാഗവതം പ്രഥമസ്കന്ധം 15-ാം അധ്യായം. ബന്ധുമിത്രാദികളെയും ശ്രീകൃഷ്ണനെയും കാണാൻ പോയി തിരിച്ചു വന്ന അർജുനൻ്റെ വിഷാദം കണ്ടപ്പോൾ ജ്യേഷ്ഠനായ ധർമ്മപുത്രർ ഓരോന്ന് ശങ്കിച്ചു ചോദിച്ചപ്പോൾ ശ്രീകൃഷ്ണനാകുന്ന ഉറ്റ സ്നേഹിതനോട് കൂടിയവനും ഇപ്പോൾ ആ കൃഷ്ണൻ്റെ ആത്യന്തിക വിയോഗം നിമിത്തം കാർശ്യത്തെ പ്രാപിച്ചവനും വാടിയ മുഖപത്മത്തോടും ഹൃദയപത്മത്തോടും കൂടിയവനും പ്രഭാഹീനനുമായ അർജുനൻ പ്രഭുവായ ആ കൃഷ്ണനെ തന്നെ ഓർത്തോർത്തുണ്ടായ ദുഃഖാധിക്യത്താൽ ഉടനെ മറുപടി പറയുവാൻ ശക്തനായില്ല. അർജുനൻ വളരെ പണിപ്പെട്ട് കണ്ണീരുകളെ അടക്കിയും വർദ്ധിച്ചൊഴുകുന്നതിനെ കൈകൊണ്ടു തുടച്ചും കൃഷ്ണനെ പ്രത്യക്ഷമായി കാണാത്തതിനാൽ വർദ്ധിച്ചു വരുന്ന സ്നേഹത്താലും ഉത്കണ്ഠയാലും പീഡിതനും സാരഥ്യം മുതലായ അവസരങ്ങളിൽ ശ്രീകൃഷ്ണൻ തൻ്റെ നന്മയെ കാക്ഷിച്ചു ചെയ്ത പ്രവൃത്തികളെയും ഉപകാരങ്ങളെയും സ്വന്തമെന്നു ഭാവിച്ചതിനെയും വിചാരിക്കുന്നവനുമായിട്ട് കരഞ്ഞു. പിന്നെ ജ്യേഷ്ഠനായ യുധിഷ്ഠിര മഹാരാജാവിനെ നോക്കി കണ്ണുനീർ കണ്ടത്തിൽ നിറഞ്ഞ് തടസ്സപ്പെടുത്തുകയാൽ ഇടറി വരുന്ന വാക്കുകളോടുകൂടെ ഇങ്ങനെ പറഞ്ഞു. അർജുന ഉവാച: വഞ്ചിതോഹം മഹാരാജ ഹരിണാ ബന്ധുരൂപിണ യേന മേ അപഹൃതം തേജോ ദേവവിസ്മാപനം മഹത്. അർജുനൻ പറഞ്ഞു: ഹേ മഹാരാജാവേ, ബന്ധുവിൻ്റെ സ്വരൂപത്തെ വഹിച്ചിരുന്ന ശ്രീഹരിയാൽ ഞാൻ വഞ്ചിക്കപ്പെട്ടു. ആ ഭഗവാൻ വിട്ടുപോയതിനാൽ ബ്രഹ്മാദി ദേവന്മാർക്കും ആശ്ചര്യത്തെ ജനിപ്പിക്കുന്നതും മഹത്തുമായ എൻ്റെ തേജസ് അപഹരിക്കപ്പെട്ടു. പ്രാണനോട് വേർപിരിഞ്ഞിരിക്കുന്ന മാതാപിതാക്കന്മാരെ മരിച്ചവർ എന്നു കരുതി ഏതുവിധം കാണുവാൻ കൂടെ പുത്രാദി ബന്ധുജനങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലയോ, അതുപോലെ ശ്രീകൃഷ്ണൻ എന്നെ വിട്ടുപോയതുകൊണ്ട് ഇതുവരെ പ്രിയത്തോടെ എന്നെ നോക്കിയവർക്കൊക്കെ ഇപ്പോൾ എൻ്റെ ദർശനം അപ്രിയത്തെ നൽകുന്നതായിരിക്കുന്നു. ശ്രീകൃഷ്ണൻ ഓരോ സമയത്തിൽ ചെയ്തിരിക്കുന്ന അനുഗ്രഹങ്ങളെ ഓർത്തോർത്തു പറഞ്ഞ് കരയുന്നു. ഈ ശ്രീകൃഷ്ണൻ്റെ ബലമായ അനുഗ്രഹം ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രം സ്വയംവരാവസരത്തിൽ ദ്രുപദ രാജധാനിയിൽ പ്രവേശിച്ചിരുന്ന മന്മഥാതുരന്മാരായ രാജാക്കന്മാരുടെ തേജസ്സിനെ ഞാൻ വില്ലെടുത്തു പിടിച്ച മാത്രത്തിൽ അപഹരിച്ചു. അതിൽ ഞാൻ ബന്ധിച്ച് മത്സ്യരൂപമായ യന്ത്രത്തെ മുറിച്ചു. അതിനാൽ തന്നെ പാഞ്ചാലിയെ ലഭിക്കുകയും ചെയ്തു. ആർക്കും എടുത്തുപിടിക്കുവാൻ കഴിയാതിരുന്ന വില്ലിനെ ഞാൻ എടുത്തുയർത്തിയപ്പോൾ തന്നെ രാജാക്കന്മാരുടെ ദുർമതം ശമിച്ചു. അത്രയ്ക്ക് മാത്രം ശക്തി എനിക്ക് ആരിൽ നിന്ന് കിട്ടിയോ ആ ശ്രീകൃഷ്ണൻ ആ സദസ്സിലിരിക്കുന്നതിനെ ഞാനും എന്നെ ഭഗവാനും ഗൂഢമായി കണ്ടറിഞ്ഞപ്പോൾ എനിക്കുണ്ടായ നോട്ടത്താൽ തന്നെ എന്നിൽ ആ ശക്തിയെ പ്രവേശിപ്പിച്ചുവോ ആ ഭഗവാൻ ഇപ്പോൾ എന്നെ വിട്ടുപോയിരിക്കുന്നു. ഇതിലധികം എന്തൊരാപത്താണ് എനിക്കുണ്ടാവാനുള്ളത്? കൃഷ്ണഭഗവാൻ അരികത്തുണ്ടായിരുന്ന ഏക കാരണത്താൽ ദേവന്മാരോടൊരുമിച്ച് എൻ്റെ നേർക്ക് യുദ്ധത്തിന് വന്ന എൻ്റെ പിതാവായ ദേവേന്ദ്രനെ കൂടെ ഞാൻ പരാക്രമത്തെ പ്രകാശിപ്പിച്ച് ജയിച്ച് ഗാണ്ഡവത്തെ അഗ്നിഭഗവാന് ഭക്ഷണമായി നൽകി. ഗാണ്ഡവം ദഹിക്കുമ്പോൾ അതിൽ നിന്നും അയനെ രക്ഷിക്കയാൽ ആ ഉപകാരസ്മരണയ്ക്കായി അത്ഭുതമായ ശില്പപണികളാൽ ലോകത്തെ മോഹിപ്പിക്കുന്നതായ മയനിർമ്മിത സഭ നമുക്ക് സിദ്ധിച്ചു. അങ്ങയുടെ രാജസൂയ യാഗത്തിൽ രാജാക്കന്മാർ ദിക്കുകളിൽ നിന്ന് കാഴ്ചയായി അനവധി ദ്രവ്യങ്ങളെ കൊണ്ടുവന്നു. ഇതെല്ലാം ആരുടെ അനുഗ്രഹത്താൽ സാധിച്ചുവോ ആ ഭഗവാൻ എന്നെ ഇപ്പോൾ വിട്ടുപോയല്ലോ. എങ്ങനെ ഇത് സഹിക്കും? 10,000 ആനകൾക്ക് സമമായ ഉത്സാഹവും വീര്യവും ഉള്ളവനും എൻ്റെ ജ്യേഷ്ഠനും അങ്ങയുടെ അനുജനുമായ ഭീമസേനൻ രാജസൂയം നടത്തുവാൻ വേണ്ടി രാജാക്കന്മാരെ കാൽക്കൽ നമസ്കരിച്ചു കൊണ്ടിരുന്ന ജരാസന്ധനെ ആരുടെ സന്നിധാനം നിമിത്തം ഹനിച്ചു? ആ ജരാസന്ധൻ കാലഭൈരവന് ബലികൊടുപ്പാൻ കൊണ്ടുവന്ന് ബന്ധിച്ചിരുന്ന രാജാക്കന്മാരെ ആരാണോ വിടുവിച്ചത്, ആ കാരണത്താൽ ആ രാജാക്കന്മാരെല്ലാം അങ്ങയുടെ യാഗത്തിന് അനന്തം ദ്രവ്യത്തെ കാഴ്ചയായിട്ട് കൊണ്ടുവന്നു. നമ്മുടെ ഉറ്റ ബന്ധുവും സ്വാമിയുമായ ആ ഭഗവാൻ നമ്മളെ പിരിഞ്ഞുപോയ സങ്കടം എങ്ങനെ സഹിക്കും? സങ്കടാവസരത്തിൽ സ്മരിച്ച് ഉടനെ അരികത്തെത്തിയ ആരുടെ പാദങ്ങളിൽ നമസ്കരിക്കുമ്പോൾ ഒഴുകുന്ന കണ്ണുനീരോടുകൂടിയ മുഖമുള്ളവളും അങ്ങയുടെ ഭാര്യയുമായ ദ്രൗപദിയുടെ രാജസൂയയാഗത്തിൽ ചെയ്ത മഹാഭിഷേകത്താൽ ഏറ്റവും ശ്ലാഘിക്കത്തക്കതും അതിസൗന്ദര്യമുള്ളതുമായ തലമുടിയെ വഞ്ചകന്മാരായ ദുശ്ശാസനൻ മുതലായവർ സഭയിൽ വെച്ച് അഴിച്ചു വലിച്ചു.
ആരാണോ ആ ദുശാസനാദി ദുഷ്ടന്മാരുടെ ഭാര്യമാരെ അവരുടെ ഭർത്താക്കന്മാരുടെ മരണം നിമിത്തം ഛേദിക്കപ്പെട്ട തലമുടിയോട് കൂടിയവരാക്കി തീർത്തത്? ദുശാസനാദികളുടെ വധം ഭഗവാൻ തന്നെയാണ് ചെയ്തത്, നമ്മൾ പേരിനു മാത്രം. കാലസ്വരൂപം ഞാനെന്ന് വിശ്വരൂപത്തെ കാട്ടിക്കൊടുത്ത അവസരത്തിൽ ഭഗവാൻ അരുളി ചെയ്തതിനെ സ്മരിച്ചുകൊണ്ടാണ് അർജുനൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. 10,000 ശിഷ്യന്മാരോടുകൂടെ ഒരു പന്തിയിലിരുന്ന് ഭക്ഷണം കഴിക്കുന്ന പതിവോടുകൂടിയ ദുർവാസസ് എന്ന മുനിയെക്കൊണ്ട് ശത്രുവായ ദുര്യോധനൻ ജയിച്ച വലിയ സങ്കടത്തിൽ നിന്ന് രക്ഷിപ്പാനായി ശ്രീകൃഷ്ണ ഭഗവാൻ കാട്ടിൽ തൽക്ഷണം വന്നു. പാത്രത്തിൽ പറ്റിയിരുന്ന ചീരയെ ഭുജിച്ച് അതുനിമിത്തം വെള്ളത്തിൽ സ്നാനാർത്ഥം പ്രവേശിച്ച മുനിസംഘം 3 ലോകവും സംതൃപ്തമായിരിക്കുന്നു എന്നോർത്തു. അവർ സംതൃപ്തരായെന്നു പിന്നെ പറയണമോ? ഭഗവത് കാരുണ്യം ഇല്ലായിരുന്നുവെങ്കിൽ ദുർവാസാവിൻ്റെ ശാപാഗ്നിയിൽ അന്നുതന്നെ നമ്മൾ ദഹിച്ചു പോകുമായിരുന്നില്ലേ എന്നിങ്ങനെ ഓരോന്നും ഓർത്തോർത്ത് ദുഃഖിക്കുന്നു. ഒരിക്കൽ ദുര്യോധനൻ ദുർവാസാവിന് അതിഥി സൽക്കാരം ചെയ്തു. സന്തുഷ്ടനായ മഹർഷി ഇഷ്ടമുള്ള വരം വരിപ്പാൻ ദുര്യോധനന് സമ്മതം കൊടുത്തു. ദുർവാസാവിൻ്റെ ശാപത്താൽ പാണ്ഡവന്മാരെ നശിപ്പിക്കണമെന്ന് വിചാരിച്ച് ദുര്യോധനൻ ഇങ്ങനെ ആവശ്യപ്പെട്ടു: ഞങ്ങളുടെ കുലത്തിൽ മുഖ്യനായ യുധിഷ്ഠിരൻ്റെ ആതിഥ്യ സ്വീകരണത്തിനായി ഒരുങ്ങി ഇതുപോലെ തന്നെ ശിഷ്യസഹിതനായിട്ട് അദ്ദേഹത്തിൻ്റെ വാസസ്ഥാനത്തേക്ക് പോകണം. എന്നാൽ ദ്രൗപദി ഭക്ഷണം കഴിഞ്ഞ് സുഖമായിരിക്കുന്ന സമയത്തേ പോകാവൂ എന്നാവശ്യപ്പെട്ടപ്പോൾ ആ വിധം ചെയ്യാമെന്ന് സമ്മതിച്ച ദുർവാസാവ് 10,000 ശിഷ്യന്മാരോടുകൂടെ യുധിഷ്ഠിരന് സമീപം പ്രാപിച്ചപ്പോൾ പരമാദരത്തോടെ മധ്യാഹ്നം കഴിച്ചു വരണം എന്ന് യുധിഷ്ഠിരനും പറഞ്ഞു. സ്നാനത്തിനയച്ചു. മുനിസംഘം അകമർഷണത്തിനായിക്കൊണ്ട് ജലത്തിലിറങ്ങി. അപ്പോൾ ഭക്ഷണം കഴിഞ്ഞിരിക്കുന്ന ദ്രൗപദി ചിന്താതുരയായിട്ട് ശ്രീകൃഷ്ണനെ സ്മരിച്ച മാത്രത്തിൽ സമീപത്തിരിക്കുന്ന രുക്മിണിയെ ഉപേക്ഷിച്ച് ഭക്തവാത്സല്യത്തെ പ്രകാശിപ്പിച്ചുകൊണ്ട് തൽക്ഷണം ദ്രൗപദിയുടെ മുമ്പിൽ വന്നു നിന്നു. ഭഗവാനോട് വൃത്താന്തം അറിയിച്ചപ്പോൾ, ഹേ ദ്രൗപദി, ആദ്യം എനിക്ക് ഭക്ഷണം തരിക, ഞാനും നന്നേ വിശന്നിരിപ്പാണ് എന്ന് ഭഗവാൻ പറഞ്ഞത് കേട്ട് ലജ്ജിതയായ ദ്രൗപദി, സ്വാമി, ഞാൻ ഭക്ഷിക്കുന്നതുവരെ മാത്രമല്ലേ സൂര്യദേവൻ നൽകിയ അക്ഷയപാത്രത്തിൽ ഭക്ഷണപദാർത്ഥം ഉണ്ടാകാറുള്ളൂ. ഞാനോ ഭക്ഷണം കഴിച്ചു, ഇപ്പോൾ ഒന്നുമില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഭഗവാന്റെ നിർബന്ധം നിമിത്തം പാത്രം പരിശോധിച്ചതിൽ സിദ്ധിച്ച ചീരയുടെ ശകലം ഭക്ഷിച്ച ഭഗവാന്റെ സങ്കല്പത്താൽ ത്രിലോകവും സംതൃപ്തമായ കൂട്ടത്തിൽ മഹർഷി സംഘവും തൃപ്തന്മാരായി പോയതുകൊണ്ട് ശാപത്തിനിടവന്നില്ല. യാതൊരുവൻ്റെ തേജസ്സിനാൽ ശൂലായുധത്തെ ധരിച്ചവനും മഹിമ ഏറ്റവും ഉള്ളവനുമായ പരമശിവൻ എന്നോടുകൂടെ യുദ്ധം ചെയ്ത് എൻ്റെ പരാക്രമത്തെ കണ്ട് പരമേശ്വരിയോടുകൂടെ ആശ്ചര്യത്തെ പ്രാപിച്ച് അവിടുത്തെ സ്വന്തമായ പാശുപതാസ്ത്രത്തെ എനിക്കു നൽകി. മറ്റുള്ള ലോകപാലന്മാരും അവരവരുടെ അസ്ത്രങ്ങളെ എനിക്കായിട്ട് തന്നു. ഞാൻ ഈ ശരീരത്തോടു കൂടെ തന്നെ ഇന്ദ്രലോകത്തെ പ്രാപിച്ചു. അവിടെ ഇന്ദ്രൻ്റെ അർദ്ധാസനത്തെ സ്വീകരിച്ചു. ആ സ്വർഗലോകത്തിൽ തന്നെ ബഹുവിധ വിനോദങ്ങളെ കണ്ട് സന്തോഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഭഗവാനാൽ അനുഗ്രഹിക്കപ്പെട്ടതും ഗാണ്ഡീവമെന്ന വില്ലിനെ ധരിച്ചിരിക്കുന്നതുമായ എൻ്റെ 2 കൈകളെ നിവാത കവചന്മാരായ ദേവശത്രുക്കളെ ഹനിപ്പാനായിക്കൊണ്ട് ഇന്ദ്രാദി ദേവന്മാർ ആശ്രയിച്ചു. ഇത്രയും വൈഭവത്തെ എനിക്ക് ഉണ്ടാക്കി തന്നവനും പുരുഷനെന്ന ശബ്ദത്താൽ പറയപ്പെടുവാൻ യോഗ്യനും സ്വന്തമായ മഹിമയിൽ സ്ഥിതി ചെയ്യുന്നവനുമായ ആ ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്നെ വെടിഞ്ഞുപോയല്ലോ. ഇതിലധികം എന്ത് നഷ്ടമാണ് നമ്മൾക്കുണ്ടാവാനുള്ളത്? വിരാടരാജാവിൻ്റെ പശുക്കളെ നമ്മളുടെ ശത്രുക്കൾ അപഹരിച്ചപ്പോൾ ശ്രീകൃഷ്ണനാകുന്ന ഏക ബന്ധുവോടുകൂടിയ ഏകനായ ഞാൻ ഭീഷ്മദ്രോണാദി മഹാരഥന്മാരും അതിക്രമിപ്പാൻ കഴിയാത്ത ബലത്തോടുകൂടിയവരും സംഖ്യയുടെ അവധിയില്ലാത്തതുമായ കുരുസൈന്യമാകുന്ന തിമിംഗലാദി ജലജന്തുക്കളോടുകൂടിയ സമുദ്രത്തെ തേർകൊണ്ട് കടന്നു. ശത്രുക്കൾ ആട്ടിക്കൊണ്ടുപോയ ഗോധനത്തെ വീണ്ടെടുത്തു. അവരെയെല്ലാം മോഹനാസ്ത്ര പ്രയോഗത്താൽ മോഹിപ്പിച്ച് വീഴ്ത്തിയ ശേഷം അവരുടെ ശിരസ്സുകളിൽ ധരിച്ചിരുന്നതും രത്നങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന പരമശോഭയോടുകൂടിയതുമായ കിരീടങ്ങളെ അപഹരിക്കുകയും ചെയ്തു. ഹേ പ്രഭോ, ശ്രീകൃഷ്ണമൂർത്തി അനേക രാജശ്രേഷ്ഠന്മാരുടെ രഥസമൂഹത്തോടുകൂടിയ ഭീഷ്മർ, കർണൻ, ദ്രോണർ, ശല്യർ ഇവരുടെ സേനകളിൽ എൻ്റെ മുൻഭാഗത്ത് സാരഥിയായിരുന്ന് സഞ്ചരിക്കുന്നവനായിട്ട് ആ പ്രമാണികളുടെ ആയുസ്, ഉത്സാഹശക്തി, മനോബലം, ശരീരശക്തി കൺകൊണ്ടുള്ള നോട്ടത്താൽ അപഹരിച്ചു. ദ്രോണർ, ഭീഷ്മർ, കർണൻ, അശ്വത്ഥാമാവ്, സുശർമാവ്, ശല്യർ, ജയദ്രഥൻ, ശന്തനു മഹാരാജാവിൻ്റെ സഹോദരനായ ബാഹ്ലികേയൻ മുതലായ വീരപുരുഷന്മാർ പ്രയോഗിച്ചതും
വ്യർത്ഥമാകാത്ത മഹിമയോടുകൂടിയവയുമായ അസ്ത്രങ്ങളൊന്നും ഹിരണ്യകശിപു പ്രയോഗിച്ച അസ്ത്രങ്ങൾ നരസിംഹമൂർത്തിയുടെ ദാസനായ പ്രഹ്ലാദൻ്റെ നേർക്ക് ബലിക്കാതിരുന്നതുപോലെ ആരുടെ കൈകളെ ആശ്രയിച്ചിരുന്ന എൻ്റെ നേർക്കും ബലിച്ചില്ലയോ? ആ ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്നെ ഉപേക്ഷിച്ചു. താൻ ചെയ്ത അപരാധത്തെ ഓർത്ത് പരിതപിച്ചുകൊണ്ട് അർജുനൻ പിന്നെയും പറയുന്നു, ഏതൊരു ഭഗവാന്റെ പാദപത്മങ്ങളെ മഹാത്മാക്കളായ മുനിമാർ മുക്തിയെ പ്രാപിപ്പാൻ വേണ്ടി ഭജിക്കുന്നുവോ, ജയദ്രഥ വധാവസരത്തിൽ വെള്ളം കുടിക്കാതെ കുതിരകൾ ക്ഷീണിച്ച് തളർന്നപ്പോൾ ഉടനെ ഞാൻ തേരിൽ നിന്ന് ഭൂമിയിലിറങ്ങി. അസ്ത്രം ഉപയോഗിച്ച് ഭൂമിയെ പിളർന്ന് ജലം വരുത്തി കുതിരകൾക്ക് കൊടുപ്പാനായി ഭൂമിയിൽ നിൽക്കുന്ന എന്നെ ശത്രുക്കൾ ഏതൊരു ഭഗവാന്റെ മഹിമാതിശയത്താൽ മോഹിതന്മാരായതുകൊണ്ട് അസ്ത്രം പ്രയോഗിച്ച് സംഹരിക്കാതിരുന്നുവോ, ആ ഭഗവാനും ഈശ്വരനും ആത്മജ്ഞാനത്തെ നൽകിയ പരമഗുരുവുമായ ശ്രീകൃഷ്ണനെ മൂഢനായ ഞാൻ സാരഥിയായിട്ട് വരിച്ചു. അഹോ അറിവില്ലായ്മയുടെ അധികാരവിലാസം. ഗീതോപദേശത്തെ സ്മരിച്ചുകൊണ്ടാണ് അർജുനൻ ഇങ്ങനെ പറഞ്ഞത്. ഹേ രാജശിഖാമണി, എന്തെല്ലാമോ ഭാവങ്ങളെ പ്രകാശിപ്പിക്കുന്നതും മനോഹരവുമായ പുഞ്ചിരിയോടുകൂടിയ പരിഹാസവചനങ്ങളെയും മറ്റോരോ സമയങ്ങളിൽ ഹേ പാർത്ഥ, ഹേ അർജുന, ഹേ സഖേ, കുരുനന്ദന എന്നിങ്ങനെയുള്ള മധുരാക്ഷരങ്ങളാൽ ആവർജിക്കുന്നവയുമായ മാധവൻ്റെ മധുരാലാപങ്ങളെ ഓർക്കുമ്പോൾ എൻ്റെ ഹൃദയം പൊട്ടിപ്പോകുന്നു. കിടപ്പ്, ഇരിപ്പ്, നടത്തം, മേനിപറച്ചിൽ, ഭക്ഷണം എന്നീ വ്യാപാരങ്ങളിൽ അഭേദമായി നടക്കും ഞാൻ. ചിലപ്പോൾ ഹേ വയസ്യ, നീ എത്രയും സത്യവാനാകുന്നു എന്ന് വിപരീതാർത്ഥത്തെ പ്രകാശിപ്പിക്കുന്ന വിധം പറഞ്ഞു പരിഹസിച്ചിട്ടും മഹാനായ കൃഷ്ണൻ ബുദ്ധിഹീനനായ ഞാൻ ചെയ്ത അപരാധത്തെയെല്ലാം സ്നേഹിതൻ്റെ അപരാധത്തെ സ്നേഹിതനെന്ന പോലെയും പുത്രൻ്റെ കുറ്റത്തെ പിതാവെന്ന പോലെയും മാഹാത്മ്യം നിമിത്തം സഹിച്ചു. ഹേ രാജശ്രേഷ്ഠ, എൻ്റെ സ്നേഹിതനും പ്രിയനും സുഹൃത്തുമായ പുരുഷോത്തമനെ പിരിഞ്ഞ ഞാൻ ഹൃദയത്തോട് വേറിട്ടവനെന്ന പോലെയായി. അങ്ങ് ശങ്കിച്ച വിധം പരാജിതനുമായി. എങ്ങനെയെന്നാൽ ഭഗവാന്റെ ഭാര്യമാരായ 16,000 സ്ത്രീകളെ രക്ഷിച്ചു കൊണ്ടുവരുമ്പോൾ മാർഗമധ്യത്തിൽ വെച്ച് നീചന്മാർ സ്ത്രീയെ എന്ന പോലെ ഗോപന്മാർ എന്നെ തോൽപ്പിച്ചു. രാജാക്കന്മാരെല്ലാവരും നമസ്കരിച്ച് വണങ്ങിക്കൊണ്ടിരുന്ന അതേ വില്ല്, അതേ ബാണങ്ങൾ, അതേ രഥം, അതേ കുതിരകളോടുകൂടിയ അതേ രഥത്തിലിരുന്ന് യുദ്ധം നടത്തുന്നവൻ ആ ഞാൻ തന്നെ. എന്നാൽ ഇതെല്ലാം ഭഗവാനെ പിരിഞ്ഞപ്പോൾ ഭസ്മത്തിൽ ഹോമിച്ചതുപോലെയും നീചനായി കൊടുത്ത ദാനം പോലെയും ഊഷരഭൂമിയിൽ വിതച്ച വിത്തുപോലെയും യാതൊരു ഗുണവും ബലവുമില്ലാത്തതായി ഭവിച്ചു. ഹേ രാജൻ, സുഹൃത്തുക്കളുടെ പട്ടണത്തിൽ അങ്ങ് കുശലം ചോദിച്ച ബന്ധുക്കളുടെ കൂട്ടത്തിൽ ബ്രാഹ്മണശാപം ഏർപ്പെട്ടതിനാൽ മൂഢത്വം അവരെ ബാധിച്ചു. വരുണനിർമ്മിതമായ മദ്യം കുടിച്ചതു നിമിത്തം മനസ്സുമയങ്ങി. അച്ഛൻ മകനെയും മകൻ അച്ഛനെയും ജ്യേഷ്ഠൻ അനുജനെയും അനുജൻ ജ്യേഷ്ഠനെയും അന്യോന്യം കണ്ടറിയാത്ത മട്ടിൽ കൈകൾ കൊണ്ട് അടിച്ചും കുത്തിയും തമ്മിത്തല്ലി നശിച്ചു. ആ കൂട്ടത്തിൽ ഇനി 4-5 പേർ ശേഷിച്ചിരിക്കുന്നുണ്ട്. പ്രായേണ ജനങ്ങൾ അന്യോന്യം കലഹിച്ചു നശിക്കുന്നതും സ്നേഹിച്ചു സുഖത്തെയും ക്ഷേമത്തെയും അടയുന്നതും ലോകത്തെ സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിച്ചു കളിക്കുന്ന ഭഗവാന്റെ ലീലാവൈഭവമാകുന്നു. ഹേ മഹാരാജാവേ, ജലത്തിൽ വസിക്കുന്ന ജന്തുക്കളിൽ വലിയ ജന്തുക്കൾ ചെറുജീവികളെ തിന്നുന്നതുപോലെ ബലം അധികമുള്ളവർ ബലം കുറഞ്ഞവരെയും 2 പേരും ബലശാലികളാണെങ്കിൽ അന്യോന്യം കലഹിച്ചും തമ്മിത്തല്ലിയും നശിപ്പിക്കുകയും ചെയ്യുന്നത് ലോക സ്വഭാവമാകുന്നു. വിശേഷബുദ്ധിയില്ലാത്ത ജലജന്തുക്കളുടെ സ്വഭാവം നാശകാലം അടുത്തു വരുമ്പോൾ മനുഷ്യരിലും കാണപ്പെടുന്നത് അസാധാരണമല്ലല്ലോ. ഇതേവിധം പ്രഭുവായ ശ്രീകൃഷ്ണൻ ബലവാന്മാരായ യാദവന്മാരെ കൊണ്ട് ദുർബലന്മാരെയും യാദവന്മാരെ തമ്മിലും സംഹരിപ്പിച്ച് ഭൂഭാരത്തെ തീർത്തു. ദേശത്തിനും കാലത്തിനും ഉചിതമായും പ്രയോജനത്തോടു കൂടിയതും മനസ്സിലെ ദുഃഖങ്ങളെ നിശേഷം നശിപ്പിക്കുന്നതുമായ ഭഗവത് വാക്യങ്ങളെ ഓർക്കുന്തോറും എൻ്റെ മനസ്സ് പരവശപ്പെടുന്നു. ഇനി ഒന്നും പറയുവാൻ എനിക്ക് ശക്തിയില്ല. സൂത ഉവാച ഏവം ചിന്തയതോ ജിഷ്ണോഃ കൃഷ്ണപാദസരോരുഹം സൗഹാർദ്ദേനാദിഗാഢേന ശാന്താസീദ്വിമലാമതീഹി. സൂതൻ ശൗനകനോട് പറയുകയാണ്, ഏറ്റവും അഗാധമായിരിക്കുന്ന ശ്രീകൃഷ്ണ ഭക്തിയോടുകൂടെ ഭഗവത് പാദങ്ങളെ ഇപ്രകാരം സ്മരിച്ച് പരിതപിച്ച അർജുനൻ്റെ ബുദ്ധിയിൽ ആനന്ദരസം വർദ്ധിച്ചു, വൈരാഗ്യമുദിച്ചു. ശ്രീ വാസുദേവൻ്റെ പാദകമലങ്ങളെ നിരന്തരം ബലമായി ചിന്തിച്ചതുകൊണ്ട് വർദ്ധിച്ചു വന്ന ഭക്തിയാൽ കാമാദിദോഷങ്ങൾ നിശേഷം നശിപ്പിക്കപ്പെടുകയാൽ നിർമ്മലമായ ബുദ്ധിയോടുകൂടിയ അർജുനൻ യുദ്ധഭൂമിയിൽ വെച്ച് ശ്രീകൃഷ്ണ ഭഗവാൻ ഉപദേശിച്ചതും ഇതുവരെ കാലത്താലും കർമ്മത്താലും മോഹത്താലും മറയ്ക്കപ്പെട്ടിരുന്നതുമായ ജ്ഞാനത്തെ രണ്ടാമതും പ്രാപിച്ചു.
ഞാൻ തന്നെ ബ്രഹ്മം എന്നുള്ള അനുഭവജ്ഞാനത്താൽ അവിദ്യയും സത്വാദി ഗുണങ്ങളുടെ വ്യാപാരവും നശിക്കയാൽ സുഖദുഃഖാദി ദ്വന്ദ്ങ്ങളുടെ പ്രസക്തിക്ക് കാരണമായ ലിംഗശരീരത്തിൻ്റെ നാശം നിമിത്തം സ്ഥൂല ശരീരത്തോടുള്ള ബന്ധം വേറിട്ട് ജീവാത്മാവ് പരമാത്മാവ് എന്നുള്ള ഭേദഭാവനയിൽ നിന്നും മുക്തനായി ഭവിക്കയാൽ അർജുനൻ ക്ലേശമില്ലാത്തവനായി ഭവിച്ചു. അർജുനൻ പറഞ്ഞതിൽ നിന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ സ്വസ്ഥാനത്തെ പ്രാപിച്ചുവെന്നും യദുകുലം ഭഗവൻ മതാനുസരണേണ നശിച്ചുവെന്നും അറിഞ്ഞപ്പോൾ മനസ്സിനെ ചലിപ്പിക്കാതെ ഏകാഗ്രമായി ഉറപ്പിച്ച ധർമ്മപുത്രർ ഇഹലോകവാസത്തെ നിർത്തി സ്വർഗലോകത്തെ പ്രവേശിക്കാനുള്ള കാലമാണിതെന്ന് നിശ്ചയിച്ചു. കുന്തിദേവിയും അർജുനൻ പറഞ്ഞതായ യദുകുലനാശത്തെയും മറ്റുള്ളവർക്കറിവാൻ കഴിയാത്തതായ ആനന്ദസ്വരൂപത്തെ ഭഗവാൻ ശ്രീകൃഷ്ണൻ പ്രാപിച്ചതിനെയും കേട്ടിട്ട് ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയുവാൻ കഴിയാത്ത പരമാനന്ദമൂർത്തിയായ ശ്രീകൃഷ്ണനിൽ ഏകാന്ത ഭക്തിയോടുകൂടെ മനസ്സിനെ നിർത്തി സംസാരത്തിൽ നിന്ന് ഉപരതിയെ പ്രാപിച്ചു. ജനനവും മരണവുമില്ലാത്ത നിത്യാനന്ദ സ്വരൂപനായ ഭഗവാൻ ഭൂമിഭാരത്തെ തീർക്കുവാൻ യാതൊരു ശരീരത്തെ സ്വേച്ഛയാ സ്വീകരിച്ചുവോ ഇപ്പോൾ ആ കാര്യം നിവർത്തിച്ചിരിക്കയാൽ കാലിൽ തറച്ച മുള്ളിനെ മറ്റൊരു മുള്ളുകൊണ്ടെടുത്തു കഴിഞ്ഞാൽ രണ്ടിനെയും ദൂരെ കളയുന്നതുപോലെ ഈ സ്വരൂപത്തെയും ഉപേക്ഷിച്ചു. ഭൂമിഭാരത്തെ തീർപ്പാനായി അവതരിച്ച ഈശ്വരന് ജനനവും മരണവും ഒരുപോലെ തന്നെ. ജനിക്കുന്നതുകൊണ്ട് സന്തോഷമോ മരിക്കുന്നതുകൊണ്ട് സന്താപമോ ഇല്ല. രണ്ടും സ്വേച്ഛപ്രകാരം ലോകാനുഗ്രഹത്തിനു വേണ്ടി ചെയ്യുന്ന ലീല മാത്രമാണ്. അവതാര സ്വരൂപത്തെയും അതിനു സഹായമായി ഭവിച്ച യദുകുലത്തെയും ഒരുപോലെ ഉപേക്ഷിച്ചു. വേഷം കെട്ടിക്കളിക്കുന്ന ഒരുവൻ കാര്യാർത്ഥം ഓരോ വേഷങ്ങളെ എടുക്കുകയും മാറ്റുകയും ചെയ്യുന്ന വിധം പരമാത്മാവായ ശ്രീകൃഷ്ണനും ഓരോ ആവശ്യങ്ങളെ നടത്തുവാൻ ഇതിനു മുമ്പും മത്സ്യാദി രൂപങ്ങളെ ധരിക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്തതുപോലെ ഇപ്പോഴും ഭൂമിഭാരത്തെ തീർക്കുവാനായിട്ട് ഒരു രൂപത്തെ ധരിച്ചു. ഭൂഭാരം തീർത്തു അതിനുവേണ്ടി എടുത്ത രൂപത്തെയും ഉപേക്ഷിച്ചു. കേൾപ്പാനും കീർത്തിപ്പാനും യോഗ്യതയേറിയതും ആ വിധം ചെയ്യുന്നവർക്ക് മുക്തിയെ നൽകുന്നതുമായ ലീലകളോടുകൂടിയ ഭഗവാൻ ശ്രീകൃഷ്ണൻ സ്വശരീരത്തോടുകൂടെ ഈ ഭൂമിയെ എപ്പോൾ ഉപേക്ഷിച്ചുവോ ആ ദിവസം തന്നെ അവിവേകികളെ കൊണ്ട് അധർമ്മം പ്രവർത്തിപ്പിക്കുവാൻ സമർത്ഥമായ കലിയുഗം ഭൂലോകത്തിൽ സ്വരൂപത്തെ പ്രകാശിപ്പിച്ചു. വിവേകികളിൽ കലിയുടെ ശക്തി ബലിക്കയില്ല. അറിവുള്ളവനായ ധർമ്മപുത്രൻ പട്ടണത്തിലും രാജ്യത്തിലും ഗൃഹത്തിലും സ്വമനസ്സിലും എൻ്റേത് അന്യൻ്റേത് എന്നിങ്ങനെ ഭേദഭാവനയെയും അതിലോപം കളവ് വഞ്ചനം ഹിംസ മുതലായ അധർമ്മങ്ങളെയും ജനിപ്പിക്കുന്ന കലിയുടെ വ്യാപ്തിയെ ആലോചിച്ചറിഞ്ഞിട്ട് ഇനിമേൽ രാജ്യത്തിൽ ഇരുന്നുകൂടാ എന്ന് നിശ്ചയിച്ച് മഹാപ്രസ്ഥാനത്തിന് വേണ്ടുന്ന ഒരുക്കങ്ങൾ ചെയ്തു. ചക്രവർത്തിയായ യുധിഷ്ഠിരൻ ധൈര്യം വീര്യം മുതലായ സൽഗുണങ്ങൾ കൊണ്ട് തന്നോട് ഏറ്റവും സദൃശനും വിനയമുള്ളവനുമായ പൗത്രനായ പരീക്ഷിത്തിനെ സമുദ്രപര്യന്തമുള്ള ഭൂമിയുടെ പാലകനായിട്ട് ഹസ്തിനപുരം രാജധാനിയിൽ അഭിഷേകം ചെയ്തു. അതേവിധം അനിരുദ്ധപുത്രനായ വജ്രനെ ശൂരസേന രാജ്യങ്ങളുടെ അധിപതിയായിട്ട് മധുരയിൽ അഭിഷേകം ചെയ്തു. അനന്തരം പ്രഭുവായ ധർമ്മസുതൻ പ്രാജാപത്യമെന്ന യാഗത്തെ കഴിച്ച ശേഷം അഗ്നികളെ ആത്മാവിൽ തന്നെ ആരോപിച്ചു. ഇതുവരെ നിത്യവും അനുഷ്ഠിച്ചു കൊണ്ടിരുന്ന അഗ്നിഹോത്രാദി കർമ്മങ്ങളെ വിധിപ്രകാരം അവസാനിപ്പിച്ചു. ആ പ്രാജാപത്യ ഹോമാഗ്നിയിൽ തൻ്റെ രാജചിഹ്നമായ പട്ട് ആഭരണങ്ങൾ മുതലായവയെല്ലാം ഹോമിച്ചു. ഞാനെന്തും എൻ്റേതെന്നുമുള്ള ഭാവബന്ധങ്ങളെ മുഴുവനും ഹൃദയത്തിൽ നിന്നകറ്റി സകല ബന്ധങ്ങളിൽ നിന്നും ഏതുവിധം ഒഴിഞ്ഞുവെന്ന് കാണിക്കുന്നു. വാഗാദികളായ സകലേന്ദ്രിയങ്ങളെയും മനസ്സിൽ അടക്കി ലയിപ്പിച്ചു. ആ മനസ്സിനെ നാസികാദ്വാരങ്ങളിൽ കൂടെ പുറത്തേക്കും അകത്തേക്കും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന പ്രാണവായുവിലും പ്രാണവായുവിനെ അപാനവായുവിലും അപാനനെ അതിൻ്റെ അടിസ്ഥാന ദേവതയായ മൃത്യുവിലും ആ മൃത്യുവിനെ ഭൂമ്യാദി പഞ്ചഭൂതങ്ങളുടെ സമ്മേളനം നിമിത്തമുണ്ടായ ശരീരത്തിലും ഹോമിച്ചു. പിന്നെ ആ ശരീരത്തെ സത്വാദികളായ 3 ഗുണങ്ങളിലും ആ 3 ഗുണങ്ങളെ ഒന്നായ അവിദ്യയിലും സകലത്തിൻ്റെയും ആരോപണത്തിന് കാരണമായിരിക്കുന്ന ആ അവിദ്യയെ ജീവനിലും ആ ജീവാത്മാവിനെ കൂടസ്ഥ ബ്രഹ്മത്തിലും ഹോമിച്ചു. ആത്മാവിനെ മേൽ വിവരിച്ച വിധം അടക്കിയതിൽ പിന്നെ സ്ഥൂല ശരീരത്തിൽ മരവിരി ധരിച്ച് ശരീരത്തെ രക്ഷിപ്പാൻ ഉപകരിക്കുന്ന ആഹാരാദി ദ്രവ്യങ്ങളെ തീരെ ഉപേക്ഷിച്ച് മൗനവ്രതത്തെ ദീക്ഷിച്ച് തലമുടി അഴിച്ചിട്ട് ജഡൻ ഭ്രാന്തൻ പിശാച എന്നിവരെ പോലെ തൻ്റെ സ്വരൂപത്തെ എല്ലാവർക്കും കാട്ടിക്കൊണ്ട് സഹോദരാദികളുടെ കൂടെ തിരിഞ്ഞു നോക്കാതെ യാതൊന്നും കേൾക്കാത്ത ചെകിടൻ്റെ നിലയിൽ ഹൃദയത്തിൽ പരബ്രഹ്മത്തെ ധ്യാനിച്ചുകൊണ്ട് വിവേകികളായ മഹാന്മാർ മുമ്പ് പ്രവേശിച്ചതായ വടക്കേ ദിക്കിലേക്ക് ചെന്നു.
ബ്രഹ്മധ്യാനത്തോടുകൂടെ ആ ദിക്കിൽ പ്രവേശിച്ചവർക്ക് രണ്ടാമത് സംസാരബന്ധത്തിൽ പ്രവേശിക്കേണ്ടതായി വരികയില്ല. ഭീമസേനൻ മുതലായ സഹോദരന്മാരെല്ലാവരും ജ്യേഷ്ഠൻ ചെയ്ത നിശ്ചയത്തെ തന്നെ ഹൃദയത്തിൽ ഉറപ്പിച്ചു. ഭൂമിയിലുള്ള പ്രജകളെ അധർമ്മത്തിൻ്റെ സഹായിയായ കലി സ്പർശിച്ചു കഴിഞ്ഞുവെന്ന് കണ്ടിട്ട് ജ്യേഷ്ഠനായ യുധിഷ്ഠിരൻ്റെ പിന്നാലെ പുറപ്പെട്ടുപോയി. ധർമാദി പുരുഷാർത്ഥങ്ങളെ വേണ്ടും വിധം അനുഷ്ഠിച്ചിരിക്കുന്ന ആ പാണ്ഡവന്മാർ അപായം കൂടാത്തതും നിത്യവുമായ ശരണം ശ്രീഹരിയുടെ പാദകമലമാണെന്നറിഞ്ഞതിനാൽ മനസ്സിൽ ആ പാദത്തെ ഉറപ്പിച്ചു. ഭഗവത് പാദധ്യാനത്തിൻ്റെ വൈഭവത്താൽ വർദ്ധിച്ചു വന്നതായ ഭക്തിയാൽ അവരുടെ മനസ്സിൽ നിന്ന് രജസ് തമോ ദോഷങ്ങൾ നീങ്ങിയപ്പോൾ ശുദ്ധസത്വപ്രധാനമായ മനസ്സ് ആ ശ്രീനാരായണ പദത്തിൽ തന്നെ ഏകാഗ്രമായി ഉറച്ചു. വിഷയങ്ങളിൽ പ്രവേശിക്കുന്ന മനസ്സോടുകൂടിയ അവിവേകികൾക്ക് സിദ്ധിപ്പാൻ കഴിയാത്തതും ചളിയറ്റ മനസ്സോടുകൂടിയ വിവേകികളുടെ വാസസ്ഥാനവുമായ പരമഗതിയെ രജസ് സമ്പർക്കമില്ലാത്ത മനസ്സുകൊണ്ട് അവർ പ്രാപിച്ചു. ആത്മസ്വരൂപത്തെ നന്നായി അറിഞ്ഞിരിക്കുന്ന വിതുരരും പരമാത്മസ്വരൂപനായ ശ്രീകൃഷ്ണനിൽ മനസ്സുറപ്പിച്ചിട്ട് പ്രഭാസം എന്ന തീർത്ഥസ്ഥാനത്തിൽ സ്വദേഹത്തെ ഉപേക്ഷിച്ചു. അപ്പോൾ കൂട്ടിക്കൊണ്ടുപോവാൻ സമീപത്തെത്തിയ പിതൃദേവന്മാരോടുകൂടെ തൻ്റെ അധികാരസ്ഥാനത്തെ പ്രാപിച്ചു. പാഞ്ചാലിയും ഭർത്താക്കന്മാർക്ക് തൻ്റെ ആവശ്യം ഇനിമേലില്ലെന്നറിഞ്ഞപ്പോൾ സർവൈശ്വര്യ പരിപൂർണനായ ശ്രീകൃഷ്ണനിൽ മാത്രം ബുദ്ധിയെ ഇളകാതെ നിർത്തിയതിനാൽ ആ ഭഗവാനിൽ ലയിച്ചു മുക്തയായി തീർന്നു. ആരാണോ ഭഗവത് പ്രിയന്മാരായ പാണ്ഡുപുത്രന്മാരുടെ അതിശയമായും മംഗളാസ്പദമായും പരിശുദ്ധവുമായിരിക്കുന്ന ഈ മഹാപ്രസ്ഥാനത്തെ ശ്രദ്ധയോടെ കേൾക്കുന്നത്, അവൻ ശ്രീഹരിയിൽ ഭക്തിയെയും അവസാനം പരമഗതിയെയും പ്രാപിക്കും. 15-ാമത്തെ അധ്യായം സമാപിച്ചു. 16-ാമത്തെ അധ്യായം അടുത്ത ദിവസം. ഹരി ഓം.